ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ ഹൃദയാഘാത കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 2024-നും 2025-നും ഇടയിൽ മാത്രം 50% മുകളിൽ ഹൃദയസ്തംഭന കേസുകൾ അധികം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് സർവേകൾ പറയുന്നത്. ഇത്തരത്തിൽ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഹൃദയാഘാത കേസുകൾക്ക് പിന്നിൽ 4 പ്രധാന കാരണങ്ങൾ ഉണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആരോഗ്യവാന്മാരായി പുറമേ തോന്നുമെങ്കിലും പലരുടെയും ശരീരത്തിൽ പതിയെ ഇതിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാകാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇവ കൃത്യമായ പരിശോധനകളിലൂടെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണമെന്നും ഇവർ പറയുന്നുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലെ വർധനവ്, പുകവലി എന്നിവ ഹൃദയാഘാതത്തിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം കാലങ്ങളോളം തുടരുമ്പോൾ ഇത് രക്തധമനികളെ നശിപ്പിക്കാനും പ്ലാക്ക് രൂപപ്പെടുത്താനും കാരണമാകുന്നുണ്ട്. ഇത് ഹൃദയാഘാതത്തിന് കാരണമായേക്കാം. മറ്റൊന്ന് ഉയർന്ന കൊളസ്ട്രോൾ ആണ്. LDL കൊളസ്ട്രോൾ ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും. ഇത് ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കാനും രക്തക്കുഴലുകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും കാരണമാകാറുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവും ഹൃദ്രോഗ സാധ്യതകൾ വർദ്ധിപ്പിക്കും. ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ അധികമാവുമ്പോൾ ഇത് രക്തക്കുഴലുകളിൽ കേടുപാടുകൾ ഉണ്ടാക്കുകയും ഹൃദ്രോഗ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. മറ്റൊന്ന് പുകവലിയാണ്. പുകവലിയുള്ളവരിൽ ഹൃദ്രോഗ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഹൃദയത്തെയും രക്തക്കുഴലുകളെയും തകരാറിലാക്കാനും മറ്റവയവങ്ങളുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കാനും പുകവലി കാരണമാകുന്നുണ്ട്.